മലയാള സിനിമയിൽ വിസ്മയം തീർത്ത സംഗീത സംവിധായകനാണ് ഔസേപ്പച്ചൻ. ഒരുപാട് ഹൃദയത്തിൽ തങ്ങുന്ന നിരവധി ഗാനങ്ങളുടെ മുന്നണിയിൽ തന്നെ പ്രവർത്തിച്ചു. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ തട്ടുന്ന ഒരുപാട് ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു സംഗീത സംവിധായകൻ കൂടിയാണ് ഔസേപ്പച്ചൻ. അദ്ദേഹം ഈ സംഗീത രംഗത്ത് 50 വർഷം പൂർത്തിയാക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. അദ്ദേഹം ഇപ്പോൾ ജനം TV-യോടൊപ്പമുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ആദ്യം തുടക്കത്തിലൊരു വയലിനിസ്റ്റായിട്ടാണ് ഈ മലയാള സിനിമാ രംഗത്ത് പ്രവേശനം ഉണ്ടായത്. പിന്നീട് എങ്ങനെ ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിലേക്ക് ഒരു ചുവടുമാറ്റം എങ്ങനെയാണ്? അതിനെക്കുറിച്ച് പറയണമെങ്കിൽ ഒരു 50 വർഷം മുമ്പ് ഞാൻ ഒരു ദൈവത്തിനെ കണ്ടു. നിങ്ങളും കാണുന്നുണ്ടാവും, എല്ലാവരും കാണും, ദൈവത്തിനെ കാണും, മനസ്സുകൊണ്ട് കാണും. ഞാൻ ശരിക്കും കണ്ടു. പക്ഷെ അതൊരു മനുഷ്യരൂപമായിരുന്നു വന്നത്. ദേവരാജൻ മാസ്റ്റർ എന്ന് വിളിക്കും. 50 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ കൂടെ സംഗീത ട്രൂപ്പിൽ പങ്കുകൊള്ളാൻ സാധിച്ചു. ഞങ്ങളിൽ ഈ പാഷനും ഡെഡിക്കേഷനും കണ്ടിട്ടായിരിക്കണം എന്നെയും ജോൺസനെയൊക്കെ നിങ്ങൾ ഇവിടെ നിന്നിട്ട് വെറുതെ ഒരു ഗുമസ്തപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ മദ്രാസിലോട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഈ ജീവിതം തന്നെ ആരംഭിച്ചത് അന്ന് ഈ സംഗീതത്തിൽ തന്നെ ജീവിക്കാൻ പഠിപ്പിച്ചതും അതിനുള്ള സൗകര്യമൊരുക്കിയതും ദേവരാജൻ മാഷാണ്. സോ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് നേടിയാലും ഇറ്റ്സ് എ ഡെഡിക്കേഷൻ ടു ഹിം. പിന്നെ എൻ്റെ സംഗീത സംവിധാന രംഗത്ത് എന്നെ സൃഷ്ടിച്ചതെന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ പ്രിയപ്പെട്ട ഭരതേട്ടനാണ്. അദ്ദേഹമാണ് എന്നെ നിർബന്ധിച്ച് വലിച്ചഴിച്ച് എന്നെ ഒരു സംഗീത സംവിധായകനാക്കിയത് കാതോട് കാതോരത്തിൽ. അതെ. അത് കഴിഞ്ഞിട്ടും ഞാൻ ഇതൊന്നും വേണ്ട, എനിക്ക് വയലിൻ മതി എന്ന് പറഞ്ഞ് പോണ നേരത്ത് ദേവരാജൻ മാഷാണ് വീണ്ടും എഗെയിൻ, നീ നന്നായിട്ട് പാട്ട് ചെയ്തിട്ടോ, ഇയാൾ എന്തിനാ ഇത് നിർത്തണേ, ചെയ്യടോ, വീണ്ടും ഭരതൻ്റെ അടുത്ത് തന്നെ പോയി ചോദിക്കേ, ഒരു അവസരം കൂടി തരാൻ പറയും. അപ്പോൾ അന്നൊക്കെ അങ്ങനെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അവരുടെയൊക്കെ ആഗ്രഹവും അനുഗ്രഹവും ബ്ലെസ്സിങ്ങും ആണിത്. ഞാനിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനുള്ളൊരു അവസരം ഇടയാക്കുന്നത് പോലും അവർ തന്ന ആ ഒരു ബ്ലെസ്സിങ്ങാണ് അത്. പിന്നെ ജീവിതത്തിൽ നമ്മൾ പ്രയത്നിക്കണം. പ്രയത്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തോടു കൂടിയിട്ട് പ്രയത്നിക്കണം. സംഗീതം ഞാൻ ഇന്നും ഒരു ദിവസം 3 മണിക്കൂർ വയലിൻ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ പ്രായത്തിലും. അത് ചെയ്തു കഴിഞ്ഞാൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇനി ഒരുപാടൊന്നും സാധിക്കാൻ പറ്റില്ല, നമ്മുടെ പ്രായം കഴിഞ്ഞു. പക്ഷേ നമുക്കിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ വി നീഡ് പ്രാക്ടീസ്. നമ്മൾക്ക് പരിശ്രമം വേണം. അതെല്ലാവരോടും പറയുകയാണ്. ഇതിൻ്റെ മറ്റൊരു ഫലം എന്താണെന്നറിയോ? ഒരു വെടിക്ക് 2 പക്ഷിയാണ്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് സംഗീതം നമുക്ക് കിട്ടും. അതിലൂടെ നമുക്ക് നമ്മുടെ പാഷൻ ഡെഡിക്കേഷനൊക്കെ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും. ഒപ്പം നമ്മളറിയാതെ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും അത് ശക്തിപ്പെടുത്തും. അപ്പോൾ നമുക്ക് ഒരുപാട് ശക്തി കിട്ടും ഇതിലൂടെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും, അത് ഏത് പണി ചെയ്യുന്നതാണെങ്കിലും ഒരിക്കലും നിർത്തരുത്. മരണം വരെ അത് അതിൻ്റെ കൂടെ നടക്കണം. ഇപ്പോൾ ഈ കാലം കുറേ മാറിയിട്ടുണ്ട്. അന്ന് ഒരുപാട് പ്രതിഭകൾ ഉണ്ടായിരുന്നു, കുറേ പേര് ഇപ്പോൾ ഇല്ല. പക്ഷേ ഈ പുതിയ തലമുറ ഈ സംഗീത ലോകത്തേക്ക് വരുമ്പോൾ പുതിയ തലമുറയോട് പറയാൻ എന്താണ് ഉള്ളത്? കാരണം വരികളിൽ അടക്കം കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ കാലഘട്ടത്തിൽ പുതിയ തലമുറയോട്, ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന തലമുറയോട് പറയാനുള്ളത്? പുതിയ തലമുറ പഴയ തലമുറ എന്ന് പറയുന്നത് സംഗീതത്തിൽ പഴയ പാട്ട് പുതിയ പാട്ടൊന്നൊന്നുമില്ല. രീതികളാണ് മാറുന്നത്. ഈ രീതികൾ മാറുന്നത് എല്ലാ നമ്മുടെ ജീവിതത്തിൽ ഉള്ള എല്ലാ ജോണറുകളിലും, അതായത് നമ്മളുടെ പഠിപ്പിൻ്റെ കാര്യത്തിലായാലും ശരി, നമ്മുടെ ടെക്നോളജിയുടെ കാര്യത്തിലായാലും ശരി, ഈവൻ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കൂടെ കുറച്ച് ഫാഷനൊക്കെ വരുന്നു. പക്ഷെ എന്നാലും നമുക്ക് നേരെ നല്ല വീട്ടിൽ വെച്ച ഭക്ഷണം തന്നെയാണ് നമുക്കിഷ്ടം എന്ന് പറഞ്ഞ പോലെ സംഗീതത്തിലും നമുക്ക് ആ ഗൃഹാതരത്തിലുള്ള പാട്ട് എന്നും ലോങ് ലാസ്റ്റ് ചെയ്യും. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം നമുക്ക് കിട്ടുന്നത്? എന്തുകൊണ്ടാണ്? കാരണം വേറൊന്നുമല്ല, അത് ഒരു വെറൈറ്റി അല്ലേ? ആ വെറൈറ്റി അത് നമുക്കൊരു സന്തോഷം തരുന്നുണ്ട്, ഒരു സർപ്രൈസ് തരുന്നുണ്ട്. അപ്പോൾ ആ സർപ്രൈസ് കിട്ടുന്ന കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. ഒപ്പം ഗൃഹാതരത്തുള്ള നല്ല സംഗീതമുള്ള നല്ല വരികളുള്ള പാട്ടുകളും അവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയും ശ്രമിക്കണം, ഇനിയും ബെറ്ററായി ചെയ്യാൻ അവർക്ക് പറ്റണം എന്ന്
എൻ്റെ ഒരു ആശംസ ഞാൻ പറയുകയാണ്. തീർച്ചയായും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ മേഖലയിലേക്ക് എത്തിയ കാര്യം മുതൽ പുതിയ തലമുറയിൽ പുതിയ കാലഘട്ടത്തിലുള്ള മാറ്റങ്ങൾ അടക്കം അദ്ദേഹം നമ്മളോട് പങ്കുവച്ചു. എന്തായാലും അദ്ദേഹം ഈ ഒരു സംഗീത സബരിയിൽ 50 വർഷം പൂർത്തിയാക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സപ്തതി വർഷം കൂടിയാണ്. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ജനം ടി വിയുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു.